ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ചുള്ള സാധനമാണ്. വയലൻസ് ആണ് മൊത്തം കുത്തി നടത്തിയിരിക്കുന്നത്. വർക്കായില്ല എന്നല്ല, ഒരു ഭീകരമായ ഒരു അന്തരീക്ഷത്തിനകത്ത് ഇറങ്ങി വന്നൊരു ഫീലാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ആ മാർക്കോയുടെ ഒരു സ്റ്റൈലാണ്. പക്ഷേ മാർക്കോയെ പോലെ അല്ല, ഇതിനകത്ത് ഗ്രാഫിക്സും അതുപോലെ AI ടൂൾസ് ആണ് ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഡയറക്ടർ എന്ന് പറയുന്നത് ബാബാ കല്യാണി പോലുള്ള സിനിമകളിലൊക്കെ എഡിറ്റർ ആയിരുന്നു. ആണല്ലേ? ആ എഡിറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഉപയോഗിച്ചത്. ആ ഒരു ഇതിനകത്ത് വിസ്മയം നമുക്ക് ഇതിനകത്ത് ഈ സിനിമയിൽ കാണാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും ആ എഡിറ്റിംഗിന്റെ പവർ ആണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിനകത്ത് കാണുന്നത്. പെർഫോമൻസ് വീക്കൊന്നുമല്ല, വളരെ ഹൈപ്പിലാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. പിന്നെ എസ്പെഷ്യലി ആ വില്ലൻ മുടിയൊക്കെ വളർത്തിയ കാളി ഭയങ്കര സാധനം. ആള് ആ ക്യാരക്ടറായിട്ട് ഒരു മാച്ചായിട്ടുള്ളൊരു ഔട്ട്ലുക്കും അതുപോലെ തന്നെ ആ ഒരു ബിഹേവിയറും ആളുടെ ആ ഒരു എന്താ പറയുക പല്ലൊക്കെ കാണിച്ച് ഇതാക്കുന്ന പിന്നെ മയക്കുമാർ ഉപയോഗിക്കുള്ള ആ ഫീലൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും എത്രയും ഭീകരമായൊരു സാധനമാണല്ലോ ഇവർ ഉപയോഗിക്കുന്നത്. അതുപോലെയുള്ള അവരുടെ ഒരു മൈൻഡ് സെറ്റ് അതൊക്കെ കാണുമ്പോൾ വളരെയധികം ഭീതിതമായൊരു അന്തരീക്ഷത്തിലേക്കാണ് നമ്മൾ ആ സിനിമ കൊണ്ടുപോയിട്ടുള്ളത്.